എല്ലാവർക്കും നമ്മുടെ ടെക്നോട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Oppo A16 ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. 6.52 ഇഞ്ച് HD പ്ലസ് ഡിസ്പ്ലേ, മീഡിയടെക്കിന്റെ ഹീലിയോ G35 SoC, 4GB 64 എന്നിങ്ങനെ ഒറ്റ വേരിയന്റിൽ മാത്രമേ നമുക്കത് ലഭ്യമാകുന്നുള്ളൂ. 13 MB പ്രൈമറി ക്യാമറയും 8 MB ഫ്രണ്ട് ക്യാമറയും 5000 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ ഒരു പ്രൊഡക്റ്റിന് 13,999 രൂപയാണ് വില എന്ന് പറയുന്നത്. ബ്ലാക്ക്, പേൾ ബ്ലൂ എന്നിങ്ങനെ രണ്ട് കളേഴ്സിൽ നമുക്കത് ലഭ്യമാകും. ഇനി OnePlusഉം Oppoയും കൂടി ഒരു യൂണിഫൈഡ് OS ഇറക്കാൻ പോകും. ഓക്സിജൻ ഓയസിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഫാസ്റ്റ് ആൻഡ് സ്മൂത്തും കൂടാതെ ക്ലീൻ ആൻഡ് ലൈറ്റ് വെയിറ്റും ആണ്. അതേപോലെ തന്നെ കളർ ഓയസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റിലയബിൾ, സ്മാർട്ട് ആൻഡ് ഫീച്ചർ റിച്ച്. അപ്പോൾ ഈ 4 കാര്യങ്ങളും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമുക്ക് ആ ഒരു യൂണിഫൈഡ് ഓയസ് ലഭ്യമാവുക. OnePlusന്റെ അടുത്ത വർഷം ഇറങ്ങാൻ പോകുന്ന OnePlus 10 സീരീസിലായിരിക്കും നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു ഓയസ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ബാക്കിയുള്ള OnePlusന്റെ മൊബൈൽ ഫോണുകളിലും ഈ ഒരു ഓയസ് ഉണ്ടാകും എന്നുള്ളതാണ് അതിനുശേഷം. എന്തായാലും ഈ ഒരു മാറ്റത്തിന് OnePlus 2.0 എന്നാണ് OnePlus തന്നെ വിശേഷിപ്പിക്കുന്നത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഇൻഫിനിക്സിന്റെ ഹോട്ട് 11s ഇന്നലെ സ്റ്റാർട്ടായ സെയിൽ ഇന്നലെ തന്നെ ആ ഒരു പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. 6.67 ഇഞ്ച് ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേയും കൂടാതെ മീഡിയടെക്കിന്റെ ഹീലിയോ G88 പ്രോസസ്സർ, 4GB 64 ഒരൊറ്റ വേരിയന്റിലാണ് ഇത് ലഭ്യമാകുന്നത്. പക്ഷേ 256 വരെ നമുക്ക് മെമ്മറി കാർഡ് യൂസ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. 50 MB പ്രൈമറി ക്യാമറയാണ്, കൂടാതെ 8 MB ഫ്രണ്ട് ക്യാമറയാണ്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിക്ക് വെച്ചിട്ട് നമുക്ക് 10,999 രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ. ആ ഒരു ഒറ്റ കാരണം തന്നെയാണ് ആക്ച്വലി ഇന്നലെ ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആകാൻ കാരണം. എന്തായാലും അത്യാവശ്യം സ്പെക്കൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രോഡക്റ്റിനാണ് 11,000 രൂപയ്ക്ക് നമുക്കിപ്പോൾ വാങ്ങിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു ബിഗ് ബിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ ആ ഒരു പൈസ കുറച്ചിട്ട് വാങ്ങിക്കാൻ സാധിക്കും നമ്മുടെ ഇൻഫിനിക്സ് ഹോട്ട് 11s. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ഡിസോ വാച്ച് 2, ഡിസോ വാച്ച് പ്രോ, ഈ രണ്ട് പ്രോഡക്റ്റുകൾ ഇന്ന് ഫസ്റ്റ് സെയിലിന് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഡിസോ വാച്ച് 2 എന്ന് പറയുന്നത് 12 മണിക്ക് സെയിലിനെത്തി, 12:08 ആയപ്പോഴത്തേക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അതിനൊരു മെയിൻ റീസൺ തന്നെ 1,999 രൂപയ്ക്ക് 2,999 രൂപയുടെ പ്രോഡക്റ്റ് ലഭ്യമായി. 1000 രൂപ നമുക്ക് ഡിസ്കൗണ്ടിൽ ആ ഒരു ഫസ്റ്റ് ലോഞ്ചിങ് ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ആ സ്പെക്കൊക്കെ നോക്കുവാണെങ്കിൽ ഡിസോ വാച്ച് 2-ലാണെങ്കിൽ 4.3 സെന്റിമീറ്റർ ബ്രൈറ്റ് ഫുൾ ടച്ച് സ്ക്രീനും കൂടാതെ SpO2 പ്ലസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, 10 days ബാറ്ററി ലൈഫും അതേപോലെ തന്നെ 15 സ്പോർട്സ് മോഡും ഒക്കെ ഉണ്ട്, കൂടാതെ 5 ATMന്റെ വാട്ടർ റെസിസ്റ്റൻറ്റും ഉണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് 3,000 രൂപയ്ക്ക് വാങ്ങിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ വർത്ത് എന്ന് പറയുന്നത് 2,000 രൂപയ്ക്ക് തന്നെയാണ്. ആ ഒരു ഡിസൈൻ വൈസ് ഒക്കെ വെച്ച് നല്ല ഒരു പക്ക ലുക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകാൻ കാരണം. ഈ ഒരു ഡിസോ വാച്ച് പ്രോയിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ 4.4 സെന്റിമീറ്റർ ഹൈറസ് ഫുൾ ടച്ച് സ്ക്രീനും കൂടാതെ GPS പ്ലസ് GLO NASS പ്രിസൈസ് പൊസിഷനിങ്ങും അതേപോലെ തന്നെ 14 days ഇതിനകത്ത് നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും. അതേപോലെ തന്നെ 90 സ്പോർട്സ് മോഡ്സ് ഉണ്ട്, കൂടാതെ SpO2 മോണിറ്ററിങ്ങും അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗും ഒക്കെ ഉണ്ട്. 100+ വാച്ച് ഫേസസും IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ഒക്കെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് 4,999 രൂപയായിരിക്കും നമുക്ക് നോർമൽ റേറ്റിൽ, എന്നാൽ ഇപ്പോൾ നമുക്ക് 4,499 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും. ഇനി സാംസങ് ഗാലക്സി F42 5G എന്തായാലും ഈ മാസം അവസാനത്തോട് കൂട്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒക്ടോബറിൽ ഫ്ലിപ്കാർട്ടിൽ എക്സ്ക്ലൂസീവായിട്ട് സെയിലും നടക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നത് ഈ ഒരു ബിഗ് ബില്യൺ ഡേയ്സിലായിരിക്കും ഇവരുടെ ഫസ്റ്റ് സെയിൽ നടക്കാൻ പോകുന്നത്. F സീരീസിലുള്ള ആദ്യത്തെ 5G ഫോൺ ആയിരിക്കും ഈ ഒരു F42 5G എന്നുള്ളത്. ഗൂഗിൾ പ്ലേ കൺസോളിൽ ഇതിന് ഓൾറെഡി ലിസ്റ്റിംഗ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നോക്കുവാണെങ്കിൽ മീഡിയടെക്കിന്റെ ഡയമൻസിറ്റി 700 SoC ആണ്, അതുപോലെ തന്നെ 6GB 128 വേരിയന്റ് ഉണ്ട്, കൂടാതെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആയിരിക്കും. എത്ര ഇഞ്ചെന്നൊന്നും അറിയാൻ വയ്യ, 1080x2009 പിക്സൽസ് ആയിരിക്കും ആ ഒരു റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, കൂടാതെ 459 pp ആയിരിക്കും ആ ഒരു പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഒരു മൊബൈൽ ഫോൺ ആയിരിക്കും ഇതെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ Redmi G2021 ഗെയിമിംഗ് ലാപ്ടോപ്പ് ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. 2 വേരിയൻസിലാണ്, ഇന്റൽ വേരിയന്റും ഉണ്ട് അതുപോലെ തന്നെ AMD വേരിയന്റും ഉണ്ട്. ഇന്റൽ വേരിയന്റ് നാളെ നമുക്ക് അവൈലബിൾ ആയി തുടങ്ങും, എന്നാൽ ഈ ഒരു AMD വേരിയന്റ് സെപ്റ്റംബർ 28 മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. വിൻഡോസ് 10-ലാണ് വരുന്നെങ്കിൽ പോലും നമുക്ക് വിൻഡോസ് 11-ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. 16.1 ഇഞ്ച് ഡിസ്പ്ലേയും കൂടാതെ 144 റിഫ്രഷ് റേറ്റും ഒക്കെയാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇന്റലിന്റെ കോർ i5 11th ജനറേഷൻ 11260H എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് വരുന്നത്. AMD-ലാണെങ്കിൽ Ryzen 7 5800 എന്ന് പറയുന്ന പ്രോസസ്സർ ആയിരിക്കും. AMD-യിൽ GeForce 360
3060 ഗ്രാഫിക്സ് കാർഡ് വരുമ്പോഴത്തേക്ക് ഇന്റലിൽ 3050 RTX 3050 ആണ്. 16GB റാമും അതുപോലെ തന്നെ 512GB ഇന്റേണലൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. ഇന്റലിന്റെ വില നോക്കുവാണെങ്കിൽ 5699 യുവാൻ ആണ്, അതായത് 64,900 രൂപ അടുപ്പിച്ചിട്ട് ഇന്ത്യൻ മണി. ഇനി AMDയുടെ നോക്കുവാണെങ്കിൽ 6999 യുവാൻ, അതായത് 79,700 രൂപ അടുപ്പിച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റുകളുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ടെക് ന്യൂസിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓഫേഴ്സ് നോക്കുവാണെങ്കിൽ ആമസോണിൽ സെക്യൂർ ഫസ്റ്റ് സെക്യൂരിറ്റി ക്യാമറകൾക്ക് 60% വരെ ഓഫ് ഉണ്ട്. കൂടാതെ മിന്ത്രയിൽ ഗ്ലോബ് സെയിൽ ബ്യൂട്ടി ബ്രാൻഡുകൾക്ക് അപ് ടു 80% ഓഫ്. അതേപോലെ തന്നെ ലെവൈസ് ഇൻഡിഗോ ഫെസ്റ്റ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഫ്ലാറ്റ് 50% നമുക്ക് ലെവൈസിന്റെ ബ്രാൻഡിലൊക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു ടെക്നോട്സിന്റെ എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.